സമസ്ത കേരള ജമിഅത്തുൽ ഉലമ 1926 മഹാപണ്ഡിത മഹത്തുക്കളാൽ രൂപീകൃതമായതാണ് സമസ്ത കേരള ജമിഅത്തുൽ ഉലമ. പ്രവാചകാധ്യാപനത്തിന്റെ പരിശുദ്ധിയിൽ പ്രശോഭിതമായ പ്രവാചകാനുചരന്മാരിലൂടെ കടൽ കടന്നു വന്നതാണ് കേരളത്തിലെ ഇസ്ലാം. പാരമ്പര്യവീഥിയിൽ വിള്ളൽ വീഴ്ത്തി വിശ്വാസങ്ങളിൽ കള്ളം ചാർത്തി മുസ്ലിം വിശ്വാസധാരയിൽ അധർമ്മത്തിന്റെ നാമ്പ് മുളച്ചപ്പോൾ നീതിയുടെ കോട്ടകെട്ടി പാരമ്പര്യ പൈതൃകം പ്രശോഭിതമാക്കിയ പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമിഅത്തുൽ ഉലമ. വിശ്വാസ സംരക്ഷണം, ആദർശ പ്രചരണം, പ്രതിരോധം, വിദ്യാഭ്യാസ നവോത്ഥാനം തുടങ്ങിയവ ലക്ഷ്യം വെച്ച് പ്രവർത്തന വീഥിയിൽ നൂറായി നൂറിലേക്കടുക്കുകയാണ് സമസ്ത കേരള ജമിഅത്തുൽ ഉലമ. രാജ്യത്തിന്റെ നിയമ സംവിധാനങ്ങളോട് 100% കൂറുപുലർത്തി ജനാധിപത്യ രാജ്യത്തെ മതപ്രബോധന രീതിയിൽ മാതൃക തീർത്ത സമസ്ത മുഴുവൻ ജനവിഭാഗങ്ങളോടുമുള്ള സ്നേഹവും സൗഹൃദവും ഉദ്ഘോഷിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. അജ്ഞതയുടെ കറുത്ത കരങ്ങളിൽ അകപ്പെട്ടു പോയേക്കാവുന്ന വിശ്വാസിയെ ജ്ഞാനം കൊണ്ട് സമ്പന്നമാക്കാനും സമസ്തയ്ക്ക് സാധ്യമായി. പ്രാഥമിക മതവിദ്യാഭ്യാസം മുതൽ ബിരുദാനന്തര ബിരുദം വരെയുള്ള മതവിദ്യാഭ്യാസ പാഠ്യപദ്ധതിയും പഠിക്കാനാവശ്യമായ ആധുനിക സംവിധാനങ്ങളോടുകൂടിയ കലാലയങ്ങളും ഇന്ന് സമസ്തയ്ക്ക് സ്വന്തമായുണ്ട്. വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിനായി പ്രവർത്തിക്കുന്ന സമസ്തയുടെ പ്രഥമ കീഴ്ഘടകമാണ് സമസ്ത കേരള ഇസ്ലാം മതവിദ്യാഭ്യാസ ബോർഡ്. 1945 മെയ് 27, 28 തീയതികളിൽ കാര്യവട്ടത്തു ചേർന്ന സമസ്ത കേരള ജമിഅത്തുൽ ഉലമ 16ാമത് സമ്മേളനത്തിൽ ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ 1 മുതൽ 10 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന സ്കൂൾ വിദ്യാർത്ഥികൾക്ക് മതപഠനത്തിനാവശ്യമായ പ്രത്യേകം കരിക്കുലം വേണമെന്ന നിർദ്ദേശം മുന്നോട്ടുവച്ചു. 1951 മാർച്ച് 23, 24, 25 തീയതികളിൽ മൗലാന മുഹമ്മദ് അബീബുള്ള സാഹിബിന്റെ അധ്യക്ഷതയിൽ വടകരയിൽ ചേർന്ന 19ാം വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് മാർച്ച് 24 ചേർന്ന മുഷാവറ യോഗം വിദ്യാഭ്യാസ ബോർഡ് രൂപീകരണം സമഗ്രമായി ചർച്ച ചെയ്യുകയും 25 ചേർന്ന സമ്പൂർണ്ണ സമ്മേളനത്തിൽ വെച്ച് സർവസമ്മതമായി പാസാക്കുകയും ചെയ്തു. 19ാം സമ്മേളനം കഴിഞ്ഞ് 6 മാസങ്ങൾക്കു ശേഷം 1951 സെപ്റ്റംബർ 17 വാളക്കുളം പുതുപ്പറമ്പ് ജുമാ മസ്ജിദിൽ വെച്ച് നടന്ന പ്രതിനിധി സമ്മേളനത്തിൽ വെച്ച് സമസ്ത കേരള ഇസ്ലാം മതവിദ്യാഭ്യാസ ബോർഡിന്റെ പ്രഥമ പ്രവർത്തക സമിതി നിലവിൽ വന്നു. പറവണ്ണ KP മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ പ്രസിഡന്റും KP ഉസ്മാൻ സാഹിബ് ജനറൽ സെക്രട്ടറിയും സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ ട്രഷററുമായി 33 അംഗ കമ്മിറ്റിക്ക് രൂപം നൽകി. 1958 ഡിസംബർ 24 ചേർന്ന സമസ്ത മുഷാവറ യോഗത്തിന്റെ അംഗീകാരത്തോടെ ഭരണസമിതി നിലവിൽ വന്നു. 1952 ഓഗസ്റ്റ് 26 ചേർന്ന നിർവാഹക സമിതി യോഗം 10 മദ്രസകൾക്ക് അംഗീകാരം നൽകി. ആദ്യ മദ്രസ പുതുപ്പറമ്പ് ബയാനുൽ ഇസ്ലാമും രണ്ടാമത്തേത് പറവണ്ണ മദ്രസത്തുൽ ബനാത്തുമായിരുന്നു. കേരളം, കർണാടക, തമിഴ്നാട്, പോണ്ടിച്ചേരി, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, ബീഹാർ, വെസ്റ്റ് ബംഗാൾ, ആസാം, ജാർഖണ്ഡ്, തെലങ്കാന, ലക്ഷദ്വീപ്, അന്തമാൻ, മലേഷ്യ, UAE, ബഹ്റൈൻ, ഒമാൻ, സൗദി അറേബ്യ, കുവൈറ്റ്, ഖത്തർ എന്നിവിടങ്ങളിൽ ബോർഡിനു കീഴിൽ മദ്രസകൾ പ്രവർത്തിച്ചുവരുന്നു. 2025 ജനുവരി മാസത്തെ കണക്കുപ്രകാരം 10,946 മദ്രസകൾ ബോർഡിന് കീഴിൽ അംഗീകാരം നേടി. സ്കൂൾ വർഷ സിലബസ് പ്രകാരം 322 മദ്രസകളും ഉറുദു മീഡിയ പ്രകാരം 644 മദ്രസകളും ഇന്ന് ബോർഡിന് കീഴിൽ പ്രവർത്തിച്ചുവരുന്നു. 11,50,280 വിദ്യാർത്ഥികൾ ഇന്ന് ബോർഡിന് കീഴിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. മികച്ച പാഠ്യപദ്ധതിയാണ് വിദ്യാഭ്യാസ ബോർഡ് മദ്രസകളിൽ നടപ്പിലാക്കി വരുന്നത്. 1 മുതൽ 12ാം ക്ലാസ് വരെയുള്ള മദ്രസ ക്ലാസുകളിലേക്ക് വിദ്യാർത്ഥികളുടെ അഭിരുചി, മനോഭാവം, ചിന്ത,
പ്രായം, പഠനരീതി എന്നിവ അടിസ്ഥാനമാക്കി ശിശു സൗഹൃദ പാഠപുസ്തകങ്ങളാണ് വിദഗ്ധരുടെ നേതൃത്വത്തിൽ അതാത് കാലങ്ങളിൽ ബോർഡിന് കീഴിൽ പുറത്തിറങ്ങാറുള്ളത്. ആധുനിക സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി ഡിജിറ്റൽ കണ്ടന്റുകൾ ഉൾപ്പെടുത്തി 2025-26 അധ്യയന വർഷം മുതൽ പുതിയ പാഠ്യപദ്ധതി വിദ്യാഭ്യാസ ബോർഡ് ആവിഷ്കരിച്ചിരിക്കുകയാണ്. പാഠ്യപദ്ധതിയുടെ മാറ്റങ്ങൾക്കനുസരിച്ച് അധ്യാപക പരിശീലനവും അധ്യാപകർക്ക് കൈപ്പുസ്തകവും വിദ്യാഭ്യാസ ബോർഡ് നൽകുന്നുണ്ട്. 1,02,751 മുഅല്ലിങ്ങൾ MSR അഥവാ മുഅല്ലിം സർവീസ് രജിസ്റ്റർ ബോർഡിൽ നിന്നും കരസ്ഥമാക്കിയിട്ടുണ്ട്. മദ്രസ അധ്യാപകർക്കു വേണ്ടിയുള്ള ഹിസ്ബ് ക്ലാസിൽ 51,341 മുഅല്ലിങ്ങളും ട്രെയിനിംഗ് ക്ലാസിൽ 36,993 മുഅല്ലിങ്ങളും 2018 മുതൽ നടപ്പിലാക്കിയ തഹ്സീനുൽ ഖിറാഅ ക്ലാസിൽ 19,133 മുഅല്ലിങ്ങളും വിജയിച്ച് സർട്ടിഫിക്കറ്റ് നേടിയിട്ടുണ്ട്. ഖുർആൻ പഠനം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്കും സ്ത്രീകൾക്കും നടപ്പിലാക്കിയ തഹ്സീനുൽ ഖിറാഅ പദ്ധതിയിൽ നിന്നും 4,155 പേർ ഇതിനകം സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കിയിട്ടുണ്ട്. മദ്രസകളുടെ കൂട്ടായ പ്രവർത്തനത്തിനും മുഅല്ലിം ശാക്തീകരണത്തിനുമായി 562 റേഞ്ചുകൾ ഇന്ന് നിലവിലുണ്ട്. 111 മുഫത്തിസുമാരും 3 ഖാരിയുകളും 7 ട്യൂട്ടർമാരും 5 ഓർഗനൈസർമാരും 9 മുജവ്വിദുമാരും 27 മുജവ്വിദാത്തുകളും ഇന്ന് ബോർഡിന് കീഴിൽ സേവനത്തിലുണ്ട്. 5, 7, 10, 12 ക്ലാസുകളിൽ പൊതുപരീക്ഷ നടത്തിവരുന്നു. 1959 തുടക്കം കുറിച്ച 5ാം ക്ലാസ് പൊതുപരീക്ഷയിൽ നിന്നും 40,42,781 വിദ്യാർത്ഥികളും 1967 തുടക്കം കുറിച്ച 7ാം ക്ലാസ് പൊതുപരീക്ഷയിൽ നിന്നും 21,25,138 വിദ്യാർത്ഥികളും 1995 തുടക്കം കുറിച്ച 10ാം ക്ലാസ് പൊതുപരീക്ഷയിൽ നിന്നും 5,42,222 വിദ്യാർത്ഥികളും 2008 തുടക്കം കുറിച്ച 12ാം ക്ലാസ് പൊതുപരീക്ഷയിൽ നിന്നും 57,237 വിദ്യാർത്ഥികളും വിജയിച്ച് സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കിയിട്ടുണ്ട്. ഓൺലൈൻ ഗ്ലോബൽ മദ്രസ, തുടർ വിദ്യാഭ്യാസം, ഡിജിറ്റൽ മദ്രസ എന്നിങ്ങനെ വിവിധ പദ്ധതികളുമായി 2022-23 അധ്യയന വർഷത്തിൽ ആരംഭിച്ച ഈ ലേണിംഗ് മദ്രസയും വിദ്യാഭ്യാസ മേഖലയിലെ സമസ്തയുടെ ഉദാത്ത മാതൃകയാണ്. സമസ്തയുടെ അംഗീകൃത മദ്രസകൾ ഇല്ലാത്ത പ്രദേശങ്ങളിൽ നിന്ന് 22 രാജ്യങ്ങളിൽ നിന്നായി 796 വിദ്യാർത്ഥികൾ ഇതിനകം ഈ മദ്രസയിൽ അഡ്മിഷൻ നേടിയിട്ടുണ്ട്. 2016 ഫെബ്രുവരിയിൽ ആലപ്പുഴയിൽ വെച്ച് നടന്ന സമസ്ത കേരള ജമിഅത്തുൽ ഉലമ 90ാം വാർഷിക മഹാസമ്മേളനത്തിൽ പ്രഖ്യാപിക്കുകയും 2016 ജൂൺ മാസം മുതൽ നടപ്പിലാക്കിയതുമായ അൽ ബിർ ഇസ്ലാമിക് പ്രീ സ്കൂൾ, പ്രീ പ്രൈമറി വിദ്യാഭ്യാസ രംഗത്ത് സമസ്തയുടെ മാതൃകയാണ്. കർണാടക, ഗൾഫ് നാടുകളിലുൾപ്പെടെ 402 സ്കൂളുകളിലായി 16,943 വിദ്യാർത്ഥികൾ നിലവിൽ പഠിച്ചുവരുന്നു. അൺഎയ്ഡഡ് സ്കൂളുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് 2017 രൂപീകരിച്ച അസോസിയേഷൻ ഓഫ് സമസ്ത മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ASMI-യും വിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ പ്രവർത്തിച്ചുവരുന്നു. 314 സ്കൂളുകളിലായി 26,952 വിദ്യാർത്ഥികൾ നിലവിൽ പഠിച്ചുവരുന്നു. പെൺകുട്ടികൾക്ക് മതപഠനത്തോടൊപ്പം ഉന്നത വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടെ 2019 വിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ ആരംഭിച്ച കൌൺസിൽ ഓഫ് സമസ്ത വിമൻസ് കോളേജ് സ്ത്രീ വിദ്യാഭ്യാസ രംഗത്തെ സമസ്തയുടെ സംഭാവനയാണ്. 86 സ്ഥാപനങ്ങളിലായി 3091 വിദ്യാർത്ഥികൾ നിലവിൽ പഠിച്ചുവരുന്നു. സമസ്ത കേരള ജമിഅത്തുൽ ഉലമ 100ാം വാർഷികത്തിന്റെ ഭാഗമായി സമസ്തയുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ദേശീയ തലത്തിൽ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി 2023-24 അധ്യയന വർഷത്തിൽ വിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ തുടക്കം കുറിച്ചതാണ് സമസ്ത നാഷണൽ എഡ്യൂക്കേഷൻ കൌൺസിൽ അഥവാ
SNEC. SSLC കഴിഞ്ഞ ആൺകുട്ടികൾക്ക് മതപഠനത്തോടൊപ്പം +2, ഡിഗ്രി എന്നീ കോഴ്സുകൾ കരസ്ഥമാക്കുന്ന ശരിയ സ്ട്രീമും, പെൺകുട്ടികൾക്ക് ഷീ സ്ട്രീമും, ഉന്നത നിലവാരം പുലർത്തുന്ന ലൈഫ് സ്ട്രീമും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ SNEC വിഭാവനം ചെയ്യുന്നത് 40 കോളേജുകളിലായി 26,002 വിദ്യാർത്ഥികൾ നിലവിൽ പഠിച്ചുവരുന്നു. പട്ടിക്കാട് MEA എഞ്ചിനീയറിംഗ് കോളേജും വെളിമുക്ക് ക്രസന്റ് ബോർഡ് മദ്രസയും വിദ്യാഭ്യാസ ചരിത്രത്തിൽ ഇടം നേടിയ സമസ്തയുടെ പ്രമുഖ സ്ഥാപനങ്ങളാണ്. വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ ഈ ലോകോത്തര മാതൃക സമസ്തയ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീൻ സെൻട്രൽ കൌൺസിൽ, സമസ്ത കേരള സുന്നി മഹല്ല് ഫെഡറേഷൻ, സുന്നി യുവജന സംഘം, സമസ്ത കേരള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ, സമസ്ത കേരള ജമിയത്തുൽ മുദരിസീൻ, സമസ്ത ലീഗൽ സെല്ല്, സമസ്ത കേരള ജമിയത്തുൽ മുഫത്തിഷീൻ, സമസ്ത കേരള ജമിയത്തുൽ ഖുതബാ,